PM ശ്രീയിൽ തുടർ നടപടി തീരുമാനിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക. മേഘന മുരളി ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ചേരുന്നു തലസ്ഥാനത്ത് നിന്ന്. മേഘന, ഗുഡ് മോർണിംഗ്, പറയൂ. സർക്കാർ ഇപ്പോഴും പഴികേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് PM ശ്രീയിലെ പിറകോട്ട് പോകൽ. അതിൽ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒരു നിലപാടും പിന്നീട് ഭരണം കിട്ടിയപ്പോൾ യൂടേൺ അടിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം പറയുകയും ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ അതേ മാതൃകയിലാണ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ UDF സർക്കാർ നിയോഗിക്കുകയും പഠന റിപ്പോർട്ട് 1 മാസത്തിനകം നൽകാൻ പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് 4 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ മന്ത്രിമാരായിട്ടുള്ള PC വിശ്വനാഥ്, അതുപോലെ തന്നെ M. ലിജു, റോജി M. ജോൺ, വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ എന്നിവരാണ് ഈ ഉപസമിതിയിലെ അംഗങ്ങൾ. N. ഷംസുദ്ദീനാണ് ഉപസമിതിയുടെ അധ്യക്ഷനായി വരികയും ചെയ്യുന്നത്. ഈ യോഗം പഠിക്കാൻ പോകുന്നതും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ, അതുപോലെ തന്നെ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ്, അതുപോലെ സിലബസ് തയ്യാറാക്കൽ എന്നീ വിഷയത്തിൽ കേന്ദ്രത്തിനെ ആശ്രയിക്കാതെ, കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കാതെ സംസ്ഥാനത്തിന് എങ്ങനെ ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് പഠിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗ് അടക്കം വലിയ എതിർപ്പുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പിറകോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന്, ധാരണാപത്രത്തിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള ഒരു വ്യവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം കൂടി സമിതി പഠിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി VD സതീശനടക്കം പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതായതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. കാരണം 93 കോടി SSK ഫണ്ട് അടക്കം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറകോട്ട് പോകാൻ കഴിയില്ല, പെട്ടെന്ന് മരവിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അതിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ സമിതി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കാതെ സംസ്ഥാനത്തിന് ഈ PM ശ്രീ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഈ സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ വകുപ്പിനോടും നിർദ്ദേശം സമർപ്പിക്കാനാണ് ഇന്ന് 4 മണിക്ക് നടക്കുന്ന യോഗത്തിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക. പിന്നീട് ഒരു അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.